കേരളത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് ജീവനൊടുക്കിയത്. കാരണം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്റെ അടുത്തുണ്ടായ സ്ത്രീ താൻ അറിയാതെ വീഡിയോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതോടുകൂടി മനം നൊന്താണ് ദീപക് അന്തരിച്ചത്. ജനുവരി 17-നാണ് ദീപക് ജീവനൊടുക്കിയത്. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ജനുവരി 21-നായിരുന്നു വടകര സ്വദേശി ഷിംജിത മുസ്തഫയെ പിടികൂടിയത്. 2 പ്രാവശ്യം ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും ജാമ്യം നിഷേധിക്കുകയായിരുന്നു കോടതി. പക്ഷേ വീണ്ടും തുടർന്നും ജാമ്യത്തിന് വേണ്ടി പരിശ്രമത്തിലായിരുന്നു ഷിംജിത. പക്ഷേ ഇന്ന് ഇതാ മലയാളികളെ മുഴുവൻ നിരാശപ്പെടുത്തിയ ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നിതാ ഈ ഒരു സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം തന്നെന്നാണ് പലരും പറയുന്നത്. കാരണം ദീപകിന് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. അതിനിടയിൽ ഷിംജിതയ്ക്ക് ജാമ്യവും. ഇനി എന്തും സംഭവിക്കാം. ഷിംജിത സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നാണ് ദീപകിനെതിരെ വളരെ രീതിയിൽ വലിയ വ്യാപകമായ സൈബർ ആക്രമണം നടന്നത്. ഇതിൽ മനംനൊന്താണ് ദീപക് ജീവനൊടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് യുവതിക്കെതിരെ കേസെടുത്തത് പോലും. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം കൂടി ലഭിച്ചതോടുകൂടി ആ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയും തകർന്ന ഒരു അവസ്ഥയിലാണ്. അവർ ഏതറ്റം വരെയും പോകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മകന്റെ ജീവനെടുത്ത ഈ യുവതിക്കെതിരെ തീർച്ചയായും നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് ദീപകിന്റെ വീട്ടുകാരും അന്ന് പറഞ്ഞത്. എന്താണ് ഈ ഒരു വിധിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.